തിരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും മോദി കാ ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ടിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂട്ടരും വളരെ പെട്ടെന്നായിരുന്നു വർഗീയതയിലേക്ക് അവരുടെ പ്രചരണം ചുവടുമാറ്റുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രിയും കൂട്ടരും നടത്തിയ വർഗീയ പ്രസംഗങ്ങൾക്ക് കയ്യും കണക്കുമില്ല. എന്നാൽ ഈ പ്രസംഗങ്ങളെല്ലാം നടക്കുന്നതിനിടെ ഒരു നിർണായകമായ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടിരുന്നു. അത് 1950 മുതൽ 2015 വരെയുള്ള ഒരു കണക്കാണ്. ആ കണക്ക് പ്രകാരം രാജ്യത്തെ ഹിന്ദു ജനസംഖ്യ ചുരുങ്ങുകയാണ്, അതേസമയം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യ വർദ്ധിക്കുകയാണ്. ഇതാണ് ആ റിപ്പോർട്ടിന്റെ ഒരു ചുരുക്കം. ഈ റിപ്പോർട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സമയത്ത് പുറത്തു വന്നു, ഈ റിപ്പോർട്ടിലെ ദുരൂഹതകൾ ഒക്കെ അന്ന് മുതലേ ചർച്ചയായിരുന്നു. ഇപ്പോഴിതാ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ തോമസ് ഐസക് ഈ റിപ്പോർട്ടിന്റെ പൊള്ളത്തരത്തെ പൊളിച്ചെഴുതിക്കൊണ്ട് ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. എല്ലാവരും വായിച്ചിരിക്കേണ്ട ആ കുറിപ്പ് ഇങ്ങനെയാണ്: മോദിയുടെ ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പ് പ്രചരണ ഐറ്റം മുസ്ലിങ്ങളുടെ ജനസംഖ്യാ ജിഹാദാണ്. 1950 ഹിന്ദുക്കൾ ഇന്ത്യയുടെ ജനസംഖ്യയിൽ 84.68% 2015 ആയപ്പോഴേക്കും 78.06% കുറഞ്ഞു. അതായത് 6.62% കുറഞ്ഞു. അതേസമയം ഇക്കാലയളവിൽ മുസ്ലിങ്ങൾ ഇന്ത്യൻ ജനസംഖ്യയിൽ 9.84% 14.09% ഉയർന്നു. 4.25% വർധന. ഇത്രയും കേട്ടാൽ ഒരുപക്ഷെ ഞെട്ടിയില്ലെങ്കിലോ, അതുകൊണ്ട് ചെറിയൊരു ട്രിക്ക്. ജനസംഖ്യയിൽ സമുദായങ്ങളുടെ തോതിലുണ്ടായ മാറ്റത്തെ ശതമാനക്കണക്കിലാക്കി 6.62നെ 84.68 കൊണ്ട് ഹരിച്ച് 100 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ഹിന്ദുക്കളുടെ ജനസംഖ്യ 7.8% കുറഞ്ഞുവെന്ന കണക്ക് കിട്ടി. ഇത് തന്നെ മുസ്ലിം ജനസംഖ്യാ വർധനവിനെ കണക്കാക്കാനായി ഉപയോഗിക്കുമ്പോഴോ 4.25നെ 9.84 കൊണ്ട് ഹരിച്ച് 100 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ മുസ്ലിങ്ങളുടെ ജനസംഖ്യ 43.2% വർദ്ധിച്ചതായുള്ള നിഗമനത്തിലെത്തും. തോതുകളിൽ ഉണ്ടാകുന്ന മാറ്റത്തെ ശതമാനക്കണക്കുകൾ പെരുപ്പിച്ച് മനുഷ്യരെ വിരട്ടുന്ന ഏർപ്പാടാണ് മോദി ചെയ്യുന്നത്. തീർന്നില്ല. ഇങ്ങനെ മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ഹിന്ദുക്കളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്താൽ ഇന്ത്യ രാജ്യം ഏതാനും പതിറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഇസ്ലാമിക രാജ്യമായി തീരുമെന്നതാണ് പ്രചരണം. ഇതാണ് ജനസംഖ്യാ ജിഹാദ്. മുസ്ലിം സമുദായം മാത്രം മറ്റു സമുദായങ്ങളെ മറികടക്കുകയും ജനസംഖ്യാശാസ്ത്രം മാറ്റുകയും ചെയ്യുന്ന പ്രവണത വളരെ ഗുരുതരമായ പ്രശ്നമാണ്. തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനും അഭിപ്രായപ്പെട്ടെങ്കിൽ വടക്കേ ഇന്ത്യയിൽ ഇതെങ്ങനെയാണ് വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. ഈ ദുഷ്പ്രചരണം RSSന്റെ ദീർഘകാല പദ്ധതിയാണ്. 2003 അന്നത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ LK അദ്വാനിയുടെ മുഖവുരയോടുകൂടി ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ സഹായത്തോടെ ഒരു പുസ്തകം തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അതിലെ നിഗമനം ഇന്നത്തേതുപോലെ ജനസംഖ്യ വളർന്നാൽ 2063 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ എണ്ണം ഹിന്ദുക്കളുടെ എണ്ണത്തെ മറികടക്കുമെന്നാണ്. ചെറിയ ഞെട്ടലല്ല അത് ഉളവാക്കിയത്. ഈ പുസ്തകത്തെ പൊളിച്ചടുക്കിയത് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിലെ പ്രൊഫസറായിരുന്ന മാരി ഭട്ട് ആയിരുന്നു. വളരെ വിശദമായ ശാസ്ത്രീയ രീതികൾ അവലംബിച്ചുകൊണ്ട് അദ്ദേഹം എത്തിച്ചേർന്ന നിഗമനം ഇതാണ്: ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ജനസംഖ്യാ നിരക്ക് കുറഞ്ഞു വരികയാണ്. 2063 ആകുമ്പോഴേക്കും ഹിന്ദുക്കളുടെയും 2101 ആകുമ്പോഴേക്കും മുസ്ലിങ്ങളുടെയും ജനസംഖ്യാ വർധന നിലയ്ക്കും. അന്ന് രാജ്യത്തെ ഹിന്ദുക്കൾ 74.7%, മുസ്ലിങ്ങൾ 18.8%. ജനസംഖ്യാ ജിഹാദിന് ഒരടിസ്ഥാനവുമില്ല. ജനസംഖ്യാ വളർച്ചയിൽ ഏറ്റവും നിർണായകമായ ഘടകം പ്രജനന നിരക്കാണ്. അതായത് ഗർഭധാരണ ശേഷിയുള്ള പ്രായത്തിലെ സ്ത്രീകൾക്ക് എത്ര കുട്ടികൾ വീതം ശരാശരി ഉണ്ടാകും എന്നതാണ്. 1992-93 ഹിന്ദുക്കളുടെ പ്രജനന നിരക്ക് 3.3-ഉം മുസ്ലിങ്ങളുടേത് 4.4-ഉമായിരുന്നു. എന്നാൽ 2019-21 ഹിന്ദുക്കളുടേത് 1.9%-ഉം മുസ്ലിങ്ങളുടേത് 2.36%-ഉമായിരുന്നു. മുസ്ലിങ്ങളുടെ നിരക്കിലെ ഇടിവ് ഹിന്ദുക്കളെക്കാൾ വേഗത്തിലാണ്. അതുകൊണ്ട് അധികം താമസിയാതെ രണ്ടും ഒരേ നിരക്കിൽ എത്തിച്ചേരും. എന്താണ് പ്രജനന നിരക്കിനെ നിർണയിക്കുന്ന ഘടകങ്ങൾ? മതവിശ്വാസമല്ല,
വിദ്യാഭ്യാസവും ആരോഗ്യനിലയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്നാണ് എല്ലാ പ്രാമാണിക സാമൂഹിക ശാസ്ത്രജ്ഞന്മാരുടെയും നിഗമനം. ഇതാണ് കേരളത്തിൻ്റെ അനുഭവം. കേരളത്തിലെ മുസ്ലിങ്ങളുടെ പ്രജനന നിരക്ക് ബീഹാറിലെ ഹിന്ദുക്കളെക്കാൾ താഴെയാണ്. കേരളത്തിൽ തന്നെ കുടുംബാസൂത്രണത്തെ ഏറ്റവും ശക്തമായി എതിർക്കുന്ന കത്തോലിക്ക വിഭാഗങ്ങളിലാണ് ഏറ്റവും താഴ്ന്ന പ്രജനന നിരക്ക്. ഇതൊക്കെയാണ് ശാസ്ത്രം. ബാക്കിയെല്ലാം ഹിന്ദുത്വവാദികളുടെ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള അടവുകൾ മാത്രം. നമുക്കറിയാവുന്നതുപോലെ RSSും സംഘപരിവാറും ഏറെക്കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മുസ്ലിങ്ങളുടെ ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുന്നു, അത് ഉടൻ തന്നെ ഒരു സമീപ ഭാവിയിൽ തന്നെ ഹിന്ദുക്കളുടെ ജനസംഖ്യയേക്കാൾ കൂടുതലാകും എന്നുള്ളൊരു പ്രചരണം. ഈ പ്രചരണത്തെ കൃത്യമായി പിന്താങ്ങുന്ന ഒരു റിപ്പോർട്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടത്. ആ റിപ്പോർട്ടിനെയാണ് ഇപ്പോൾ തോമസ് ഐസക് കണക്കുകൾ നിരത്തി കൃത്യമായി പൊളിച്ചെഴുതിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഫെർട്ടിലിറ്റി നിരക്ക് ഏറ്റവും കൂടുതലുള്ള പല സംസ്ഥാനങ്ങളും സമുദായങ്ങളും സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവയാണ്. ഉദാഹരണത്തിന് കേരളത്തിലും തമിഴ്നാട്ടിലും ഫെർട്ടിലിറ്റി നിരക്ക് കുറവാണ്. അതേസമയം പിന്നോക്കം നിൽക്കുന്ന ബീഹാറും ഉത്തർപ്രദേശും പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അത് കൂടുതലാണ്. ഈ വസ്തുതയെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഒരു കൂട്ടം മാധ്യമങ്ങളും BJP സംഘപരിവാർ കേന്ദ്രങ്ങളും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വർഗീയത പ്രചരിപ്പിക്കുന്നത്. എന്തായാലും അത് കൃത്യമായി പൊളിച്ചെഴുതുന്ന, ഈ റിപ്പോർട്ടിനെ കൃത്യമായി വിശകലനം ചെയ്യുന്ന ഒരു പോസ്റ്റായിരുന്നു തോമസ് ഐസക്കിൻ്റേത്.